ഹായ് ഹലോ പ്രൈസ് ദ ലോർഡ്. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ? അത് ഒറ്റപ്പെടലുകളാണ്. ഒരു മരണത്തെക്കാൾ വേർപാടുകളെക്കാളൊക്കെ ചില സമയത്ത് ഒറ്റപ്പെടലുകൾ നമ്മളെ വേദനിപ്പിക്കാറുണ്ട്. പക്ഷേ ഓരോ ഒറ്റപ്പെടലുകൾക്കും, ഓരോ അവഗണനകൾക്കും, ഓരോ ഐസൊലേഷനും ഒരു പർപ്പസ് ഉണ്ട്. നമ്മുടെ ദൈവം സ്നേഹനിധിയായ ദൈവമാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരാളുടെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെ എന്തിനാണ് ഈ ഐസൊലേഷൻസ്? എന്തിനാണ് ഈ ഒറ്റപ്പെടലുകൾ? ദൈവം ദൈവമാകിയാൽ അവൻ്റെ ഹൃദയവിചാരങ്ങളെ അളക്കുവാൻ നമുക്ക് കഴിയത്തില്ല. കർത്താവിൻ്റെ ന്യായം ചിലപ്പോഴൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ എനിക്കറിയാം, സകലവും കൃത്യമായും വ്യക്തമായിട്ടും നന്നായിട്ടും ചെയ്യുന്നവനാണ് എൻ്റെ കർത്താവ്. ജീവിതത്തിൽ പലപ്പോഴും പല മനുഷ്യരിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ ഒറ്റപ്പെടേണ്ടി വരാറുണ്ട്. മനുഷ്യർ മനസ്സിലാക്കാതെ, മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാതെ, പഴികളിലൂടെ, തുഴികളിലൂടെ, നിന്ദകളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരാറുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, സകല നിന്ദയ്ക്കപ്പുറവും, സകല വേദനകൾക്കപ്പുറവും, സകല ഐസൊലേഷൻ അപ്പുറവും നമ്മെ ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. പൗലോസിൻ്റെ ജീവിതത്തിൽ റോമിലെ കാരാഗ്രഹം എന്ന ഒരു ഐസൊലേഷൻ ഉണ്ടായിരുന്നില്ലേ? യോഹന്നാന് പത്മോസ് എന്നൊരു ഐസൊലേഷൻ ഉണ്ടായിരുന്നു. ഏലിയാവിന് കെരീത്ത് തോടിൻ്റെ അടുക്കൽ ഒരു ഐസൊലേഷൻ ഉണ്ടായിരുന്നു. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട പലർക്കും ഒരു ഐസൊലേഷൻ ഉണ്ടാകാറുണ്ട്. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ കർത്താവിന് ഉപയോഗിക്കാൻ ഒരു ഐസൊലേഷൻ ആവശ്യമാണ്. കർത്താവ് ഉപയോഗിക്കുന്നവരെ ആദ്യം ചെയ്യുന്നത്, ഹി വിൽ ഐസൊലേറ്റ് ദം, ഹി വിൽ മോൾഡ് ദം, ഹി വിൽ പ്രിപ്പയർ ദം ആൻഡ് ഫൈനലി ഹി വിൽ യൂസ് ദം. ആരെങ്കിലും ഇന്ന് വേദനയുടെ മധ്യേ, ഒറ്റപ്പെടലിൻ്റെ മധ്യേ, ഐസൊലേഷൻ്റെ മധ്യത്തിലാണെങ്കിൽ, പ്രൈസ് ഗോഡ് that God is watching you and he is preparing you for something greater to come. God bless you.